ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് നന്ദി പറഞ്ഞാൽ പണം കിട്ടുമോ? ശരിക്കും നന്ദി പറഞ്ഞാൽ പണം കിട്ടുമോ? കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു സ്വീപ്പർ ജോലി കിട്ടി എന്ന് വിചാരിക്കുക. തുച്ഛമായ ശമ്പളമേ കാണത്തുള്ളൂ. അതുകൊണ്ടൊന്ന് വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടു ചെലവ്, അവരുടെ യാത്രാ ചിലവ്, പിന്നെ ഇവിടെ അറിയാമല്ലോ ഈ മറ്റേ പാല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അതായത് പത്രം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെല്ലാം ചെലവുകൾക്ക് വേണ്ടി അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്കിപ്പോ ഒരു കുറഞ്ഞ സാലറി, അതായത് ഒരു 20,000 രൂപയെ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മളപ്പോൾ ആ ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ആ പണത്തിനോട് നന്ദി പറയുക. എന്നിട്ട് നമ്മൾ ആ പണം എന്തിനെല്ലാം ഉപയോഗിച്ചോ അതേ ഓരോ കാര്യങ്ങൾക്കും ആ പണം ഉപയോഗിക്കുമ്പോൾ അതിനെല്ലാം നന്ദി പറയുക. ആ കിട്ടിയ ജോലിയോട് നമ്മൾ നന്ദി പറയുക. ആ ജോലി ചെറിയ ജോലിയാണെങ്കിലും അത് കിട്ടിയിട്ടല്ലയോ നമുക്ക് ഈ പണം കയ്യിൽ വരാൻ കഴിഞ്ഞതും. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കാൻ ഈ പണം കിട്ടിയതുകൊണ്ടല്ലോ എന്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഈ പണം ഓരോ ആവശ്യങ്ങൾക്കും എടുക്കുമ്പോൾ നമ്മൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുമ്പോൾ ഭഗവാനെ, ദൈവമേ, എനിക്ക് ഈ പണം കിട്ടി, എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചു, അവർക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാൻ സാധിച്ചു, അവരുടെ വാൻ ഫീസ് കൊടുക്കാൻ സാധിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. അതിനെല്ലാം എനിക്ക് നീ ഈ ജോലിയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണല്ലോ നീ എനിക്ക് ഈ ജോലി തന്നതിന് ഒരുപാട് നന്ദി എന്ന് ദൈവത്തോട് പറയുക. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഈ പണം ഉപയോഗിക്കുമ്പോഴെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ദൈവം നമുക്ക് കൂടുതൽ വരുമാനം കിട്ടാനുള്ള ഒരു മാർഗം നമുക്ക് കാണിച്ചു തരും. അതാണ് ഞാൻ പറഞ്ഞത്, നന്ദി പറഞ്ഞാൽ പണം കിട്ടുമെന്ന്. അങ്ങനെ ഒരു ഉദാഹരണമാണ്. കുറെ കഴിയുമ്പോൾ ഈ നന്ദി ഓരോ പ്രാവശ്യം പറയുമ്പോഴും പറഞ്ഞു നമുക്ക് ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി നമുക്ക് ദൈവം തരും. ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സംരംഭം തുടങ്ങിയാലും ചെറിയ ഒരു വരുമാനത്തിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ വരിക, ആ ആള് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഏത് സംരംഭമാണോ തുടങ്ങിയത് അതിൽ നിന്നും അവർ വാങ്ങുന്ന ആ ഉൽപ്പന്നം അവര് വാങ്ങിച്ചു കഴിഞ്ഞ് നമുക്ക് ആ പണം നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ അവർക്ക് നന്ദി പറയുക, ഈ ഉൽപ്പന്നത്തിന് നന്ദി പറയുക. എന്നിട്ട് ദൈവത്തോട് പറയണം, ദൈവമേ, എന്റെ കയ്യിൽ നിന്നും ഇന്നയാള് ഇന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് പോയതിന് ഒരുപാട് നന്ദി. അപ്പൊ വ്യക്തിയോട് പറയണം, ദൈവത്തോട് പറയണം, ദൈവമേ, എന്റെ കയ്യിൽ നിന്നും ആ വ്യക്തി ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ, അതിന് ഒരുപാട് നന്ദി. അപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം കൂടുതൽ വിറ്റഴിയാൻ കൂടുതൽ ആളുകളെ നമ്മുടെ അടുത്തേക്ക് ദൈവം അറിഞ്ഞു വിടും. അതാണ് ഒരു ഗുണം. അപ്പം നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ, കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ കഴിയും, വീണ്ടും അത് കൂടുതൽ വിറ്റഴിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുക, എനിക്ക് ചെറുതായിട്ട്, വലിയ തയ്യൊന്നും അറിയില്ല, എങ്കിലും ചെറുതായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ നന്ദിയൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഈ രീതിയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ധാരാളം തയ്യൽ കിട്ടുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഒരാള് തയ്ക്കാൻ കൊണ്ടുത്തന്നു, ആ തുണി കൊണ്ടുത്തന്നു, ഭഗവാനെ, ദൈവമേ, എനിക്ക് ഈ തുണി തയ്ക്കാൻ കൊണ്ടുത്തന്ന ആളിന് നന്ദി പറയും. ദൈവമേ, എനിക്ക് ഈ തുണി തയ്ക്കാൻ കിട്ടിയല്ലോ, അതിന് ഒരുപാട് നന്ദി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും നമുക്ക് വീണ്ടും തയ്ക്കാനുള്ള തുണികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആ തയ്ച്ചു കൊടുത്ത തുണിയുണ്ടല്ലോ, അതിന് പൈസ നമുക്ക് അല്ലം തരുമ്പോൾ അതിന് ഞാൻ മനസ്സുകൊണ്ട് ആ വ്യക്തിയോട് നന്ദി പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും നമുക്ക് കൂടുതൽ തുണികൾ ഇങ്ങനെ തയ്ക്കാൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണേ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇപ്പൊ എന്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. രാവിലെ നമ്മള് ഇങ്ങനെ എണ്ണിച്ചു വഴി, ഇപ്പൊ ഓട്ടോ ഒന്നും ഇല്ല, എന്തിനു പോവാ വെറുതെ എവിടെ പോയി കിടക്കാൻ, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, അങ്ങനെ പറഞ്ഞുകൂടാ. രാവിലെ എണ്ണീച്ച് ഓട്ടോയിൽ ആദ്യം ആര് കയറുന്നു അവര് തരുന്ന പണത്തിന് അവരോട് മനസ്സുകൊണ്ട് നന്ദി പറയുക, പൈസ തന്നയാളിന്. പിന്നെ ഈ ഓട്ടോയ്ക്ക് നന്ദി പറയുക. ഇത്രയും ദൂരം ഓടി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ഓട്ടോയ്ക്ക് നന്ദി പറയണം. അതുപോലെ ഏത് വ്യക്തി, ഇപ്പൊ ഓട്ടോയെ കയറി ഓട്ടം വിളിച്ച് ഏത് വ്യക്തി നമുക്ക് പണം തന്നെന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് നമ്മൾ നന്ദി പറയണം. പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ നമ്മളെ ഓട്ടം വിളിക്കുകയും അവരിൽ നിന്ന് പണം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ നന്ദി പറയുന്നതിൽ കൂടി. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക.
എപ്പോഴും നമ്മൾ അയ്യോ എനിക്ക് അസുഖമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അല്ലെ നമുക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വയ്യാഴിക തന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമുക്ക് ഭഗവാന് എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി, എനിക്ക് ഇത്രയും ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം തന്നതിന് നന്ദി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നടക്കാൻ പറ്റുന്നതിന് നന്ദി, പിന്നെ കേൾക്കാൻ കഴിയുന്നതിന് നന്ദി, കാണാൻ കഴിയുന്നതിന് നന്ദി, എനിക്ക് ജോലികളെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ ഭഗവാൻ, ഇനി എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി, ഇങ്ങനെ എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയുക. അപ്പൊ നമുക്ക് ആരോഗ്യം ദൈവം തരും. പരീക്ഷിച്ചു നോക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അയ്യോ എനിക്ക് ജോലി ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിഷമിച്ച്, അതിന് പകരം ഭഗവാനെ ഈശ്വര ദൈവമേ എനിക്ക് നല്ലൊരു ജോലി നീ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കാതെ തന്നതിന് നന്ദി എന്ന് പറയുക. അങ്ങനെ കുറെ പ്രാവശ്യം നമ്മൾ തന്ന ജോലിക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് വേറെ ജോലി കിട്ടും. അതിനുള്ള മാർഗം നമുക്ക് ദൈവം നമുക്ക് കാണിച്ചു തരും. ഇതില്ലാത്ത ഒന്നുമല്ലൊന്ന് പരീക്ഷിച്ച് നോക്കാൻ. ഇപ്പൊ ഞാനും ഇങ്ങനെയൊന്നും വിശ്വസിക്കത്തൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ഞാൻ ഇതുപോലെ നന്ദിയൊക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞ് ഞാനെങ്കിൽ രക്ഷപ്രഭു ആയെന്നൊന്നുമല്ല, എങ്കിലും എനിക്ക് എൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ളതൊക്കെ ദൈവം തരുന്നുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഇവിടെയുള്ള എൻ്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് മനുഷ്യരെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 3-4 കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നാട്ടുകാര് ഈ ചുറ്റുപാടുള്ളവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോടെല്ലാം ഞാൻ നന്ദി പറയും. ആദ്യമൊക്കെ എൻ്റെ ഭർത്താവ് എന്നെ കളിയാക്കുമായിരുന്നു, ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. അന്നേരം ഞാൻ നന്ദി പറയും. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നന്ദി പറയുന്നതിന് ഗുണമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പൊ അവരും ഇങ്ങനെ പുറമേ പറഞ്ഞില്ലെങ്കിലും പറയുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ഗുണം ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ കണ്ട് കേൾക്കുന്നവരോട് ഇതൊന്ന് ചെയ്തു നോക്കുക. എല്ലാ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. ഏതൊരു ചെറിയൊരു വരുമാനം കിട്ടുന്ന ജോലിയാണെങ്കിലും അത് ചെയ്യുമ്പോൾ നമ്മൾ ആ കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ കിട്ടാനുള്ള വഴി ദൈവം നമുക്ക് തുറന്നു തന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.